വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനും മറ്റ് ദൈവദാസന്മാരെ എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തുതിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ രാജ്യത്ത് കടന്നു വരുന്നത്. പ്രിയ മകൾ ഉണ്ടായിരിക്കുന്ന ബന്ധത്തിലാണല്ലോ കൃത്യമായി ഞങ്ങൾ കുടുംബമായി കടന്നു വന്നത്. ഫസ്റ്റ് ജോൺ റീസ് കുടുംബം നമുക്കൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുക. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ ഫസ്റ്റ് ജോൺ ചാക്കോവുമായി എനിക്ക് 35 വർഷത്തെ സുഹൃത്ത് ബന്ധമുണ്ട്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ രായിച്ചാൻ ഇരിപ്പുണ്ട്. തമ്പി മറ്റേ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഇരിക്കുന്നു. അവരെല്ലാവരെയും ഓർത്ത് അവർ സ്തുതിക്കുന്നു. ഞങ്ങളൊരു ദേശത്ത് ഒരു കുടുംബം പോലെ ആയിരുന്നവരാണ് മുമ്പ്. കൃത്യമായി ഈ ഫസ്റ്റ് ജോൺ ചാക്കോ ഞങ്ങൾ അനിയൻ കുഞ്ഞെന്നാണ് ഞാൻ വിളിക്കുന്നത്. അതുമായി വളരെ സുഹൃത്ത് ബന്ധം. അദ്ദേഹം മണക്കാലം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ മുമ്പ് തന്നെ കുറേ ആത്മീയ ബന്ധങ്ങളാണ് ഉള്ളത്. ആ ദൈവദാസൻ്റെ സഭയിൽ വന്ന് ഒരു വാക്ക് പറയുവാൻ അവസരം എടുക്കാനായിട്ട് അവർ സ്തുതിക്കുന്നു. ആ സമയം ഞാൻ ആഗ്രഹിച്ചല്ല, ഒരു വാക്ക് മാത്രം ഞാൻ വേദഭാഗം ഒന്നും വായിക്കാൻ സമയം എടുക്കുന്നില്ല. സാക്ഷികൾ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ സമയങ്ങൾ ഒന്നും ഞാൻ എടുക്കുന്നില്ല. വാക്ക് മാത്രം പരിചയപ്പെടുത്തി ഞാനിപ്പോൾ കീഴ്ക്കോട് ചർച്ചക്കോടിൻ്റെ ഫാസ്റ്ററായി സൂക്ഷിക്കുന്നു. അവിടെ ചെന്നിട്ട് 4 മാസങ്ങളെ ആയുള്ളൂ. ആ സഭയുടെ ആരംഭിക്കുന്നത് അല്ലപ്പള്ളി തുരുത്തിക്കാടുന്ന സഭയിൽ 9 വർഷം തൊഴിൽപ്പണിയായി ഈ ആക്സിഡൻറ്റ് ആശ്രയിച്ചപ്പോൾ ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടായി. മരണകരമായി ഞങ്ങൾ 2 പേർക്ക് കൂടി ബൈക്കിൽ പോയപ്പോൾ ഒരു ജീപ്പ് ഞങ്ങളെ വന്നിടിച്ച് താഴെയിട്ട് ഭയങ്കരമായ മരണത്തോട് മല്ലടിച്ച ജീവൻ മടക്കി ലഭിക്കുമോ ഡോക്ടർ പറഞ്ഞു. ഒന്നും പറയാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ 2 പേരും അങ്ങനെയുള്ള ദൈവത്തിന് വിടുവിച്ച് ഈ രാജ്യത്തെ അറിഞ്ഞിരുന്നു. ദൈവമൊരുക്കിയ അവസരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ ഒരു വാക്യം മാത്രം പറഞ്ഞ് വായിക്കുന്നില്ല. തക്ക സമയം അതുകൊണ്ട് അവരെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ വിലമുള്ള കരങ്ങളിൽ താണിരിപ്പേ. ദാസന്മാൻ ഒരു ദൈവദാസൻ തക്ക സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഡെഫിനിഷൻ ചുരുക്കമായി പറയുന്നതിന് തക്ക സമയം എന്ന് പറഞ്ഞാൽ എന്താണ് തക്ക സമയം? നമ്മളെ വിചാരിക്കും നാം പ്രാർത്ഥിക്കുന്ന ഉടനെ കൂടുതൽ ലഭിക്കും, അതാണ് തക്ക അല്ലേ? നമ്മളൊക്കെ വിചാരിക്കും, ഞാൻ വിചാരിച്ച അങ്ങനെ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നതാണ് തക്ക സമയം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ 10-30 വർഷമായി താഴെ മുഖത്തുള്ള വേദിയിൽ ഞാൻ കുറവായി ആയിരിക്കാൻ അവസരമായി ചോദിച്ചിരിക്കുന്നു. തക്ക സമയം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കയ്യിലിരിക്കുന്ന കത്തിയും ഇസ്ഹാക്കിന്റെ കഴുത്തും തമ്മിലുള്ള അകലത്തിനാണ് തക്ക സമയം എന്ന് പറയുന്നത്. കർത്താവിന്റെ സൂചിച്ചാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് മോറിയാമലയിൽ നിന്റെ മകൻ ഏകയാത്രനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ നീ വിളിക്കണം. അതികാലത്ത് അബ്രഹാം ബലിക്കലുമായി മകനെ കൂട്ടിക്കൊണ്ട് ദൈവം കൽപ്പിച്ചിടത്തേക്ക് പോയി. അവർ പ്രാർത്ഥിക്കാമായിരുന്നു. നോ, സാധ്യമല്ല. അല്ല, ദൈവം കൽപ്പിച്ചതല്ല, നീ പോകണം. നീ സ്നേഹിക്കുന്നതിന് മകനെ കൂട്ടിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുന്നിടത്തേക്ക് പോകണം. അധികാലത്തെ പ്രാർത്ഥന ഈ പകൽ ദൈവത്തിനോട് എന്ത് കൽപ്പിച്ചാലും നാം അത് ചെയ്യുവാൻ ബാധ്യസ്ഥരായിരിക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് തക്ക സമയത്താണ്. ഹല്ലേലൂയ. നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ തക്ക സമയം. നാം പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തിന്റെ സമയം എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ തക്ക സമയം വെളിപ്പെട്ട് വരുന്നത്. നാവിന്റെ സ്തുതിയാണ്. ഹല്ലേലൂയ. നാവിന്റെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഹല്ലേലൂയ. അനുഭവങ്ങൾ യോസേഫ് പറഞ്ഞ പോലെ അനുഭവത്തിൽ പറയുന്ന എനിക്ക് വേറെ ഇഷ്ടം.
അനുഭവത്തിൽ ഒത്തിരി പറയാൻ സമയം അവസാനം പറഞ്ഞ പോലെ സമയം ഇനിയുണ്ട്, ഞങ്ങളുണ്ടല്ലോ പുസ്തകങ്ങളുണ്ട്. ആ സമയം ഉപയോഗിച്ചോളാം. പരിശുദ്ധാത്മാവിന്റെ ഒരു കാര്യം കുട്ടികളെ ഓർപ്പിച്ച് അതിന് വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൂരത്തുള്ള അബ്രഹാം മകനും കൂടി ദൈവം കൽപ്പിച്ച സ്ഥലം കണ്ടു. ഉടനെ പാലക്കാട് പറയാണ്, ഇവിടെ ഇരുപ്പി, ഞാനും മകനും പോയി ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. ആരാധന കഴിഞ്ഞും ഞാൻ മാത്രമല്ല മടങ്ങി വരുന്നത്, ഞാൻ മകനുമായി മടങ്ങി വരുന്നുള്ള വിശ്വാസം. സ്വത്രം വരുന്നല്ലോ, സ്വത്രം. ദൈവത്തിന്മേൽ അലറിയടക്കുന്ന തിരുവാതിരകളിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് മടങ്ങി വരുന്ന തക്ക സമയത്താലെയും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കുറിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞങ്ങൾ മടങ്ങി വരും. കർത്താവിനെ സ്തുതിക്കുകയാണ്. വൈമന്തി ചോദിച്ചും തീ ഉണർവുകൊണ്ട് ആട്ടുകുട്ടി എവിടെയാ? യഹോവയായ ദൈവം നോക്കിക്കൊള്ളും മകനെ. കുറച്ചെന്ന് ഗംഭീരമായ പറയുകയാണ്. യാഗപീഠം പണിത് വിറക് അടുക്കി മകനെ പിടിച്ചു കിടത്തി കത്തിയെടുത്തു. ഉടനെ അവരോടൊന്നും ചെയ്യരുത്. അതുകൊണ്ട് പറയുന്നത് സ്വർഗം എഴുന്നേറ്റെന്നാണ്. സെബാനോസിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റു. അബ്രഹാം കത്തിയെടുത്തപ്പോൾ സ്വർഗം എഴുന്നേറ്റു. അങ്ങനെ പറയുക, അവര് സ്വീകരിക്കുക. പെട്ടെന്ന് അവിടെ ഒറ്റ വിളിയല്ല, രണ്ട് വിളിയാ. അബ്രഹാം മടിക്കാതെ കത്തിയെടുത്ത ബാലന്റെ കഴുത്താൽ വെട്ടുവാൻ ഓടുന്നില്ല. ഇതിനിടയ്ക്ക് വേണം ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കുവാൻ. ഇതാണ് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുമ്പിൽ ഭാരപ്പെടുന്നു. രോഗമാകും, പ്രതികൂലങ്ങളാകും, വിഷയങ്ങളാകും, മകന്റെ യോഗങ്ങളെ വിഷയമാണ്, കുടുംബത്തിന് നിന്റെ ശുശ്രൂഷ വിഷയങ്ങളാണ്. സമയം അനുവദിച്ചത് ദൈവസഭയ്ക്കും നന്ദി പറയുന്നതിന്റെ വാക്കുകൾ. സാക്ഷികൾക്കായി പ്രബോധനങ്ങൾക്കായി ദാവീദിനെ ആടിന്റെ കൂടെ കാണുമ്പം നാട്ടുകാർ പറയുന്നത് അപ്പന്റെ ആടിനെ മേയിച്ചുകൊടുത്ത ഒരു ബാലൻ. ദാവീദിന്റെ ശക്തി, ദാവീദ് ആരാണെന്ന് അറിയണമെങ്കിൽ ഗോലിയാത്തിന്റെ മുന്നിൽ ബാറ്റിൽ ഫീൽഡ് വരണം. സ്തോത്രം. ഇവിടെ നിരനിരയായി ഇരിക്കുന്ന ദൈവാസന്മാർക്ക് ഓരോരുത്തർ കൈ കൊടുത്ത് ഞാൻ ഇവിടെ കയറി വന്നേ. കുഞ്ഞാടിനെ പോലെ കൈ തന്നു സ്തോത്രം പറഞ്ഞ് ഇവിടെ കയറ്റുള്ളൂ. നിങ്ങളെ പറ്റി അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുകൊണ്ടാ സമയം തന്നത്. നിങ്ങൾ ചെയ്യുന്ന വലിയ പ്രവൃത്തികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി, ബലമുള്ള ആയുധങ്ങളായി ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ദൈവനാമത്തിന്റെ ബഹുതരായിട്ട് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ബാറ്റിൽ ഫീൽഡിൽ നിന്നപ്പോൾ ഹല്ലേലൂയ ഗോലിയാത്തിനെ കണ്ട് പേടിച്ചോടുന്ന അനേകരുടെ മുമ്പിൽ ബാലനായ ദാവീദ് തന്റെ യുദ്ധായുധങ്ങളെന്ന് പറയുന്നതായിട്ടല്ല പോയത്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായ ദാവീദ് കടന്നു പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ ഇടയപ്പെട്ട് ഹല്ലേലൂയ ദാവീദ് കടന്നു ചെല്ലുന്നത് ദൈവമായ യഹോവയുടെ നാമത്തിൽ അമേരിക്കൻ കടന്നു വരുന്നത് പറഞ്ഞ് കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ഭയപ്പെട്ട് ഓടിയവരുടെ മുൻപിൽ ഗോലിയാത്ത് താഴെ വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളർന്നു വരുന്ന യുദ്ധങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം
ദാവീദിന്റെ അനുഭവങ്ങളോടെ നിൽക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവഭക്തന്മാർക്കായി യൗവനക്കാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ഭക്തന്മാർ, ദൈവത്തിൻ്റെതായ ശാസ്ത്രം പറയാൻ ഇവിടെ ആയല്ലോ. അത്ഭുതകരമായ രീതിയിൽ, അനുഗ്രഹമായ രീതിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ വേലയിൽ ഏർപ്പെട്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ ദാസനായ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഇസ്തിരി പറയണമെന്ന് പറഞ്ഞ രീതിയിൽ എൻ്റെ ശബ്ദം മോശമായതുകൊണ്ട്, ശബ്ദം മോശമൊന്നുമില്ല, ശബ്ദത്തിന് പ്രയാസമുണ്ട്, തീർച്ചയായും പ്രസംഗിക്കുന്നുണ്ടാണല്ലോ. ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു. ട്രാൻസ്ലേഷൻ കൂടെ പോയി ഒരുപാട് സമയം പോയി ഭാഷ, അതുകൊണ്ട് മലയാളത്തിൽ തന്നെ ഭാഷ സംസാരിക്കുന്നതാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ് ഇറ്റ് ഓക്കെ? അത് സംസാരിച്ചാൽ നോ പ്രോബ്ലം. വി ആർ വിത്ത് യു. ഓക്കെ, ഹല്ലേലൂയ.